ഹലോ കൂട്ടുകാരെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നെല്ലിക്ക ചെറിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം അത് ഒരു മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു ചതയ്ക്കുന്ന കല്ലിലേക്കോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അത് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ കല്ലിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്സിയുടെ ഗ്രൈൻഡർ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ നമ്മൾ ചതയ്ക്കുന്ന കല്ലിലിട്ടാൽ മതി. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇത് മൂന്നും നമുക്ക് കഴിക്കുന്നത് വളരെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള സംഭവമാണല്ലോ. അതുകൊണ്ടാണ് ഇത് മൂന്നും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഒരു 3 സംഭവങ്ങളും നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒത്തിരി പേസ്റ്റ് പോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറിവേപ്പില ആയാലും അല്ലെങ്കിൽ ഇഞ്ചി ആയാലും നെല്ലിക്ക ആയാലും ഒക്കെ ചിലപ്പോൾ പീസുകളായിട്ട് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിഞ്ഞെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നത്. എന്നിട്ട് ഈ ചതച്ചെടുത്തിട്ടുള്ള 3 ഇൻഗ്രീഡിയൻറ്റും നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. കുരുവില്ലാതെ ചെറുനാരങ്ങ നീര് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറുനാരങ്ങയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നിൽക്കും. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2 കപ്പോ 2 ഗ്ലാസ്സോ നമുക്ക് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചതയ്ക്കാതെയും അതുപോലെ അരയ്ക്കാതെയാണ് ജ്യൂസ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ നിൽക്കും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര അത്ര നല്ലതല്ല. അപ്പോൾ പഞ്ചസാര നിങ്ങൾ ഒഴിവാക്കിയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേൻ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിതിൽ കുറച്ച് തേനും കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അത് രണ്ടും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തിട്ടോ പഞ്ചസാര ചേർക്കാതെയോ അല്ലെങ്കിൽ പഞ്ചസാരയും തേനും ചേർത്തിട്ടോ അല്ലെങ്കിൽ തേൻ മാത്രം ചേർത്തിട്ടോ നമുക്ക് ഈ ഒരു ജ്യൂസ് അടിച്ചെടുത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എങ്ങനെ കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് ഈ ഒരു ജ്യൂസ്. വളരെ ഹെൽത്തിയാണ്. പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മൾ ഇതിൽ ഇഞ്ചി ആയാലും അതുപോലെ നെല്ലിക്കയൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ ആ ഒരു തരിതരിപ്പ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിച്ചെടുത്തിട്ട് ആ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ലൊരു ഉന്മേഷം കിട്ടും ഈ ഒരു ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഇതിൽ റീഫ്രഷിങ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ചാനലിലെ പ്ലേലിസ്റ്റിലുണ്ട് ഒരു ഫോൾഡർ ഉണ്ട്. അതിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ജ്യൂസുകളുടെയും സ്മൂത്തികളുടെയും ഒക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് വിസിറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ ഡ്രിങ്ക്സും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.